നമ്മളിന്ന് വേനൽക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് നമ്മളെ വിയർപ്പും പൊടിയൊക്കെ അടിച്ചിട്ട് മുടി പൊഴിച്ചിലൊക്കെ വരില്ലേ, അതിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തേക്കുന്നത് ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് ഞാനിവിടെ 1.5 സ്പൂൺ മുതൽ 2 സ്പൂൺ വരെ ആവാം. ഇനി ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു 1/2 സ്പൂണോളം. അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരിയില്ലേ, അത് ഞാനൊരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, മീഡിയം വലിപ്പമുള്ള സവാളയുടെ പകുതി അരിഞ്ഞിട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നെല്ലിക്കയുടെ ഒരു പകുതി എടുക്കുന്നുണ്ട്. നെല്ലിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെന്നയൊക്കെ തേക്കുന്നവർക്ക് വളരെ നല്ലതാണ് കേട്ടോ. മുടിയുടെ ആ കറുപ്പ് കളർ പെട്ടെന്നൊന്നും പോവില്ല. അപ്പോൾ അതിൻ്റെ കറയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി അലോവേര, ഇതിൽ ഓപ്ഷനിലാണ് കേട്ടോ ഈ അലോവേര. എല്ലാവരുടെ വീട്ടിലൊന്നും ഉണ്ടാവണമെന്നില്ല. അലോവേര ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിന് പകരം അലോവേര ജെല്ല് എടുക്കാം കേട്ടോ വീട്ടിലുള്ള. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 പേർക്ക് മുടി കഴുകാനുള്ളതാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1.25 ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് ഞാൻ ചെറിയ 2 വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം കുറച്ച് വലിപ്പമുള്ള ഒരു വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്താൽ മതി. ഇതെന്താണെന്ന് വെച്ചാൽ മുടി നല്ല ഷൈനി ആയിരിക്കും. ഇതിൻ്റെ താളിയൊക്കെ ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിക്ക് നല്ല വോളിയം കൊടുക്കും. ഇപ്പോൾ ചിലർക്ക് ഈ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആകുമ്പോൾ അവരെ മുടി ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കും. നല്ല ഷൈനി ആയിരിക്കുമെങ്കിലും ഭയങ്കര ഡ്രൈനെസ് ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മളിതിലേക്ക് ഈ വെണ്ടയ്ക്കയും പിന്നെ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തന്നെ ഈ ഫ്ലാക്സ് സീഡിൻ്റെയും വെണ്ടയ്ക്കയുടെ ഒക്കെ ജെല്ല് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാലാണ് ഉലുവയുടെ ഒക്കെ ആ ഒരു എക്സ്ട്രാക്റ്റ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു തിക്നെസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ചൂടാറും തോറും നല്ല തിക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ചെറിയ ചൂടിൽ, ഒരുപാട് ചൂടിലല്ല, ചെറിയ ചൂടിൽ തന്നെ നമുക്കിതിനെ അരിച്ചെടുക്കണം. ഇത് നമുക്ക് അരച്ചിട്ട് മുടിയിൽ തേക്കാം. പക്ഷേ അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പം കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാനാണെങ്കിൽ ഇങ്ങനെയാണ്. കാരണം ഇതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നും മുടിയിഴയിലൊന്നും നിൽക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഉലുവയുടെയും നമ്മൾ പച്ചരി ചേർത്തിട്ടില്ലേ, പച്ചരിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി ടിപ്സിലൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റമാണ് കേട്ടോ. കഞ്ഞിവെള്ളം, അരിപ്പൊടിയൊന്നും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ നല്ല ഞെരടിയെടുക്കണം. എന്നാലാണ് അതിൻ്റെ ആ ഉലുവയുടെ എസൻസാണ് നമുക്ക് കൂടുതൽ ഇങ്ങനെ ഞെരടിയെടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ, നമ്മൾ കൈയൊന്നും പൊള്ളില്ല കേട്ടോ. ഇത് നമ്മൾക്ക് ഈ ആഴ്ചയിൽ ഒരു 2 തവണ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. മുടിക്ക് നല്ല ഒരു സുഖമാണ് കേട്ടോ ഇത് തേച്ച് കഴിഞ്ഞാൽ. നമ്മൾക്ക് ആ ഒരു ചൂടെടുത്തിട്ട് തല വിയർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ, അത് മാറിക്കിട്ടും. പിന്നെ മുടി വളരാനും വളരെ നല്ലതാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ടും ഇതിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലൊരു ജെല്ല് നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ഡ്രോപ്പോളം വെളിച്ചെണ്ണ അതല്ലെങ്കിൽ കാച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇത് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കാണ് കേട്ടോ ഇങ്ങനെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കേണ്ടുള്ളൂ. ഇത് നമ്മൾ മുന്നേ ഇട്ട ഓയിലാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, 2 വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മുടിയിൽ തേക്കാം. അത്രയും ചൂടാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ചൂടാണ് കേട്ടോ. നാട്ടിലുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടെ ചൂട് ഇവിടെ കൂടുതലാണ്. അപ്പോൾ ഒരു ഉച്ച ആകുമ്പോഴേക്കും ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ വിയർത്ത് തുടങ്ങും. അപ്പോൾ മോള് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഞാനിത് ആക്കി വയ്ക്കും. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് തലയിലിട്ട് കൊടുക്കും. അപ്പോൾ ഇത് തേക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മുടെ എണ്ണയൊന്നും തേക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ അന്ന് വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ എണ്ണയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വേറെ കുറച്ച് തിരക്കിലും പിന്നെ നമ്മളെ മൊബൈൽ നമുക്ക് പണി തന്നിരുന്നു. ഇത് ഹാങ് ആയിട്ട് പിന്നെ അങ്ങനെ സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഇത് കടയിലൊക്കെ കൊടുത്ത് പിന്നെ ഒരുപാട് സമയം എടുത്തത് കിട്ടുമ്പോൾ, അതുകൊണ്ടാണ് ഇത്രയും വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തലയിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഞാനിത് ചെറിയൊരു മസാജൊക്കെ ചെയ്യാറുണ്ട്.
എൻ്റെ മുടി ഞാൻ കുറേ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് പൊഴിഞ്ഞു പോയിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു, നല്ലോണം വെട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ മുടി അത്യാവശ്യം ഇങ്ങനെ വളർന്ന് വന്നിട്ടുണ്ട്, നീളം വെച്ചിട്ടുണ്ട്. മോൾക്കാണ് കേട്ടോ കൂടുതൽ ഇത് എഫക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ അത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് വെളിച്ചെണ്ണ തേച്ച് നമ്മൾ ഷാമ്പൂ ചെയ്തൊരു ഫീലാണ് കേട്ടോ ഇത് തേച്ച് കഴിഞ്ഞാലുണ്ടാവും. അപ്പോൾ മുടി ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഏതാണ്ടൊരു എൻ്റെ ഷോൾഡറിനോട് കുറച്ച് ഇറങ്ങിയ ആ ഒരു രീതിയിലാണ് ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നത്. ഏതാണ്ടൊരു 2-3 മാസമായി കാണുള്ളൂ. അപ്പോഴേക്കും നല്ല കുറച്ച് നല്ലതായിട്ടൊന്ന് വളർന്നു കേട്ടോ, മുടി നീളം വെച്ച്. അപ്പോൾ പ്രായമൊന്നും വിഷയമൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലില്ലാത്ത കാരണം വീഡിയോ എടുക്കാതിരുന്നു കേട്ടോ. മുടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മുടിയാണ് നമുക്ക് കിട്ടുക. നമ്മൾ കണ്ടീഷണർ ചെയ്തൊരു ഫീലാണ് കേട്ടോ ഉണങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നന്നായി മുടി ഉണങ്ങിയതിന് ശേഷം ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ലിപ് ബാമാണ് കേട്ടോ. ആദ്യം എന്ത് സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോഴും ഞാനത് ഉണ്ടാക്കി ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനിത് ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ ഷാമ്പു പോലെ തന്നെ ഒത്തിരി ആവശ്യക്കാർ വന്നു കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്മളെ കയ്യിലില്ലായിരുന്നു. പക്ഷെ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നല്ല കളറും, ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഉപയോഗിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല കളറ് കിട്ടുന്നുണ്ട്. പിന്നെ അത് നമ്മൾ തുടച്ച് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു കളറ് നമ്മളെ ചുണ്ടിൽ പിടിച്ചിരിക്കുക. അതിന് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ടീനേജ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം.